അസ്സലാമു അലൈക്കും. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BA അറബിക് 4ാം സെമസ്റ്റർ താരീഖുൽ അദബിൽ അറബിയുടെ 4ാമത്തെ യൂണിറ്റിൽ ഉദബാ ഉൽ അസ്രിൽ ഹദീസ് വ അമാലുഹും എന്ന ഭാഗമാണ് നാം ചർച്ച ചെയ്യുന്നത്. ആദ്യമായി അഹ്മദ് ഷൗക്കിയാണ്. 1868 ജനിച്ചു. 1932 മരണമടഞ്ഞു. വുലിദ അഹ്മദ് ഷൗക്കി ബിൽ കാഹിറ സന 1868. 1868 കാഹിറയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ലി വാലിദിൻ കുർദ് വംശജനായ പിതാവിൽ നിന്ന് വാലിദത്തിൻ തുർക്കി വംശജയായ മാതാവിൻ്റെയും മകനായിട്ടാണ് ജനിക്കുന്നത്. വക്കാനത്ത് ജദ്ദത്തുഹുലി അബിഹി ഷർക്കസിയ, ഉപ്പയുടെ മാതാവ്, ഇദ്ദേഹത്തിൻ്റെ ഉപ്പയുടെ മാതാവ് ഷർക്കസിയക്കാരിയാണ്. വ ജദ്ദത്തുഹു ലി ഉമ്മിഹി യൂനാനിയ, ഉമ്മയുടെ മാതാവ് യൂനാനിക്കാരിയും. റഅത്തുഹു ജദ്ദത്തുഹു അല്ലത്തി കാനത്ത് തഅമലു വസീഫത്തൻ ഔ ഖാദിമത്തൻ ഫി ഖസ്രിൽ ഖുദൈവി ഇസ്മായിൽ, ഈജിപ്തിൻ്റെ ഭരണാധികാരിയായ ഖുദൈവി ഇസ്മായിലിൻ്റെ കൊട്ടാരത്തിൽ ഖാദിമയായി അല്ലെങ്കിൽ ഒരു വേലക്കാരിയായി ജോലി ചെയ്യുന്നവരായിരുന്നു ഇവരുടെ ജദ്ദത്ത്. കാനത്ത് ഗനിയത്തൻ, അതുകൊണ്ട് തന്നെ സാമ്പത്തികമായി ഉണ്ടായിരുന്നു. വ ആഷ ഷൗക്കി മഅഹ, അവരുടെ കൂടെയാണ് ഷൗക്കി ഫിൽ ഖസ്ർ, കൊട്ടാരത്തിൽ ജീവിച്ചത്. വ ഫിർ റാബിഅത്തി മിൻ ഉംരിഹി, തൻ്റെ 4ാമത്തെ വയസ്സിൽ അൽഹഖ ബി കുത്താബി ഷെയ്ഖ് സാലിഹ് ഷെയ്ഖിൻ്റെ പാഠശാലയിൽ ചേർന്നു. ഹൈസു ഖളാ ഫീഹി 4 സനവാത്തിൻ, 4 വർഷം അവിടെ ചെലവഴിച്ചു. സുമ്മ ഇന്തഖല ഇലൽ മദ്രസത്തുൽ ഇബ്തിദായിയ, പിന്നെ ഇബ്തിദായിയ മദ്രസയിലേക്കും സുമ്മ തഹ്ജീസിയ മദ്രസയിലേക്കും നീങ്ങി. വ അദ്ഹറ ഫിഹാ നുബൂഹൻ വാദിഹൻ, തൻ്റെ വ്യക്തമായ കഴിവ് അവിടെ അദ്ദേഹം പ്രകടിപ്പിച്ചു. വൻകബ്ബ അലാ ദവാവീനി ഫുഹൂൽ ശുഅറാഇ, വലിയ വലിയ കവികളുടെ കവിതാ സമാഹാരത്തിൻ്റെ മേൽ അദ്ദേഹം അടയിരുന്നു എന്ന് പറഞ്ഞാൽ അതിനെ റെഫർ ചെയ്തു. ഹിഫ്ലൻ, അതിനെ കാണാതെ പഠിച്ചുകൊണ്ടും വൈസ്തിൽഹാറൻ, അതിനെ മനസ്സിലാക്കിയെടുത്തുകൊണ്ടും. ഫബദ അഷ്ഇർ, അങ്ങനെ ഫബദ അഷ്ഇറു യജ്രി അലാ ലിസാനിഹി, കവിത തൻ്റെ നാവിലൂടെ ഒഴുകാൻ തുടങ്ങി. സുമ്മൽ തഹക്ക ബി മദ്രസത്തുൽ ഹുക്കൂക്ക്, പിന്നെ മദ്രസത്തുൽ ഹുക്കൂക്കിൽ ചേർന്നു. വ ബഅദ സനത്തൈനി, 2 വർഷം ശേഷം തറക്കഹ, മദ്രസത്തുൽ ഹുക്കൂക്ക് ഒഴിവാക്കിയിട്ട് ഉൽതഹക ബി ഖിസ്മി തർജുമ, ട്രാൻസ്ലേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ചേർന്നു. ഹൈസു അത്ഖനൽ ഫറൻസിയ, അവിടെ വെച്ച് ഫ്രഞ്ച് ഭാഷ ആഴത്തിലുള്ള പഠനം നടത്തി. വ അയ്യനഹു അൽ ഖുദൈവി തൗഫീഖ് തന്നെ നിശ്ചയിച്ചു. മുഫത്തിഷൻ ഫിൽ ഖാസത്തുൽ ഖുദൈവിയ, ഖുദൈവിയുടെ പേഴ്സണൽ സെക്രട്ടറി ആയിട്ട് അല്ലെങ്കിൽ പേഴ്സണൽ ഇൻസ്പെക്ടറായിട്ട്. വഫി സന 1887 അർസലഹു അൽ ഖുദൈവി തൗഫീഖ് അല നഫഖത്തിഹി, തൻ്റെ ചെലവിൽ അദ്ദേഹത്തെ അയച്ചു. ഇല ജാമിയത്തി മുംബീലിയ, യൂണിവേഴ്സിറ്റിയിലേക്ക് ബി ഫറൻസ, ഫ്രാൻസിലെ. എന്തിനാ അയച്ചത്? ലി ഇത്തിമാമി ദിറാസത്തിഹിൽ ഹുക്കൂക്ക്, തൻ്റെ നിയമവിജ്ഞാനം പഠനം പൂർത്തീകരിക്കാൻ വേണ്ടി, വൽ ആദാബ്, സാഹിത്യ പഠനവും പൂർത്തീകരിക്കാൻ വേണ്ടി, ഉപരിപഠനത്തിനായി. ഫമഖസ ഹുനാക സനതൈനി, അവിടെ ഫ്രാൻസിൽ അദ്ദേഹം 2 വർഷം ചെലവഴിച്ചു. സുമ്മൻ തഖല ഇല പാരീസിലേക്ക് ലി മുവാസലത്തി തഖസ്സുസിഹി, തൻ്റെ ഉപരിപഠനം തുടരാൻ വേണ്ടി പാരീസിലേക്ക് അദ്ദേഹം പോയി. ഫനാലൽ ഇജാസ ഫിൽ ഹുക്കൂക്കി, അങ്ങനെ നിയമത്തിൽ ബിരുദം നേടി, ഇജാസത്ത് നേടി, ബിരുദം നേടി. വ തജവ്വല ഫി റുബൂഇ ഫറൻസ, ഫ്രാൻസിൻ്റെ പല പ്രദേശങ്ങളിലും അദ്ദേഹം ചുറ്റിക്കറങ്ങി. ഫി അൻഹായി ഫറൻസാൻ, ഫ്രാൻസിൻ്റെ പല ഭാഗങ്ങളിലും. വ ഇംഗ്ലത്തറ, ഇംഗ്ലണ്ടും അദ്ദേഹം സന്ദർശിച്ചു. വഹ്തക്ക ബിൽ ഹളറത്തിൽ ഔറൂബിയ ഇഹ്തികാക്കൻ, യൂറോപ്യൻ സംസ്കാരവുമായിട്ട് അദ്ദേഹം നല്ലവണ്ണം കൂടിക്കലർന്നു. കാനലഹു അഷദ്ദുൽ അസർ ഫി നഫ്സിഹി, അത് തൻ്റെ മനസ്സിൽ വളരെയധികം സ്വാധീനം ചെലുത്തിയിരുന്നു, ആ യൂറോപ്യൻ സംസ്കാരവുമായുള്ള കൂടിക്കലരൽ. വ തവാല ഇഖാമത്തിഹി ബി ഔറൂബ, യൂറോപ്പിൽ താൻ താമസിക്കുന്ന ആ സമയവും. ലല്ല ഖൽബുഹു, തൻ്റെ ഹൃദയമായിത്തീർന്നു. മുതഅല്ലിഖൻ ബന്ധമുള്ളതായിത്തീർന്നു. ബി സഖാഫത്തിൽ അറബിയ,
വബിശ്വാറയിൽ അറബ് അൽ കിബാർ വാല റസിഹിം അൽ മുത്തനബിയെ പോലുള്ള വലിയ വലിയ കവികളുടെ കവിതയുമായി ബന്ധപ്പെട്ട് തന്നെ നിന്നിരുന്നു യൂറോപ്പിലായിരിക്കുമ്പോഴും. വത്തഅസറ ഐലൻ ബിശ്വാറയിൽ ഫറൻസീൻ, അതോടൊപ്പം തന്നെ അവിടെയുള്ള ഫ്രഞ്ച് കവികളുടെ കവിതകളുമായി അദ്ദേഹം വലിയ സ്വാധീനം ചെലുത്തി, അതിൽ ആഴത്തിലുള്ള പഠനം നടത്തി. വബിലഹസ്, പ്രത്യേകിച്ച് റാസീൻ, മുല്ലർ തുടങ്ങിയ കവികളുടെ കവിതകളുമായി അദ്ദേഹം വായിച്ച് അതിൻ്റെ സ്വാധീന വലയത്തിൽ അകപ്പെട്ടു. വഫി സന 1891 ആദയില മിസ്റിലേക്ക് വന്നു. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ മനസ്സ് അറേബ്യൻ യൂറോപ്യൻ സംസ്കാരം കൂടിക്കലർന്ന ഒരു മനസ്സായിരുന്നു. അങ്ങനെ വബഅദ ഔദത്തിഹി, താൻ തിരിച്ചു വന്നതിന് ശേഷം, ഇലാ മിസ്റിലേക്ക് തിരിച്ചു വന്നതിന് ശേഷം, കാന ഷിഅ്റു ഷൗക്കി യതവജ്ജഹു നഹ്വൽ മദീഹി ലിൽ ഖുദൈവി അബ്ബാസ്, ഖുദൈവി അബ്ബാസിനെ പുകഴ്ത്തുന്നതിലായിരുന്നു തൻ്റെ കവിത തിരിഞ്ഞത്. അല്ലദീ കാന സൽതതുഹു മുഹദ്ദദതൻ മിൻ ഖിബലിൽ ഇൻജിലീസ്, ആ സമയത്ത് ഇംഗ്ലീഷുകാരുടെ ഭാഗത്തിൽ നിന്നുള്ള കടുത്ത ഭീഷണി നേരിടുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ അധികാരം. വയർജിഉ നുഖാദു ഇൽതിസാമ അഹ്മദ് ഷൗക്കി ബിൽ മദീഹി ലിൽ ഉസ്റത്തിൽ ഹാക്കിമ, ഭരണ കുടുംബത്തെ പുകഴ്ത്തുന്നതിൽ ഷൗക്കി തിരിഞ്ഞതിന് കാരണം നിരൂപകന്മാർ പറയുന്നത് ഇല ഇദ്ദത്തി അസ്ബാബിൻ, പല കാരണങ്ങളുണ്ട്. മിൻഹ, അതിൽ ഒന്ന്, അന്നൽ ഖുദൈവി ഹുവ വലിയു നിഅമത്തി അഹ്മദ് ഷൗക്കി, ഖുദൈവി അബ്ബാസാണ് അഹ്മദ് ഷൗക്കിയുടെ എല്ലാ അനുഗ്രഹത്തിനും കാരണക്കാരൻ. വസാനിയൻ, രണ്ടാമത്തെ കാരണം അൽ അസറുദ്ദീനി, മതപരമായ കാരണമാണ്. അല്ലദീ ഖാന യുവജ്ജിഹു ശുഅറാ വഅല അന്നൽ ഖിലാഫത്തൽ ഉസ്മാനിയ ഹിയ ഖിലാഫ ഇസ്ലാമിയ, അന്ന് ഇസ്ലാമിക ഖിലാഫത്ത് ലോകത്ത് ഉസ്മാനി ഖിലാഫത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കവികളൊക്കെ ആ ഇസ്ലാമിയ ഖിലാഫത്തിലേക്ക് തിരിഞ്ഞൊരു കാലഘട്ടമായിരുന്നു. വബിത്താലി, അതിനെ തുടർന്ന് വജബത് ദിഫാഉ അൻ ഹാദിഹിൽ ഖിലാഫ, ആ ഖിലാഫത്തിനെ സംരക്ഷിക്കേണ്ടതുണ്ട് എന്ന് കവികൾ മനസ്സിലാക്കി, അക്കൂട്ടത്തിൽ അഹമ്മദ് ഷൗക്കിയും. ലാക്കിൻ, പക്ഷേ, ഹാസ അദ്ദ ഇല നഫി ഷാഇർ, ഷാഇറിനെ നാട് കടത്തുന്നതിലേക്ക് നയിച്ചു. മിൻ ഖിബലിൽ ഇൻജിലീസ്, ഇംഗ്ലീഷുകാർ, ഇല ഇസ്ബാനിയ, സ്പെയിനിലേക്ക്. ഇംഗ്ലീഷുകാർ മിസ്ർ കീഴ്പ്പെടുത്തുകയും അവിടുത്തെ ഭരണാധികാരിയെ നാടുകടത്തുമ്പോൾ അവിടെയുള്ള കൊട്ടാര കവികളെയൊക്കെ നാടുകടത്തി. അങ്ങനെ ഷൗക്കി സ്പെയിനിലേക്ക് നാടുകടത്തപ്പെട്ടു, സ്പെയിനിലെ ബാർസലോനയിലേക്ക്. 1915 ഇത്. വഫി ഹാദ നഫി, ഈ നാടുകടത്തൽ, ഇത്തല അഹ്മദ് ഷൗക്കി അലൽ അദബിൽ ഗർബി വൽ ഹലാറത്തിൽ ഉന്ദുലുസിയ, ഉന്ദുലുസിയൻ സംസ്കാരവും അവിടുത്തെ നാഗരികതയും അതുപോലെ പാശ്ചാത്യൻ സാഹിത്യവുമായിട്ടൊക്കെ പരിചയപ്പെടാനും അഹമ്മദ് ഷൗക്കിക്ക് ഇതൊരു അവസരമായി മാറി. ഇത്തല ആല എന്ന് പറഞ്ഞാൽ കാണാനിടയായി. വക്കാന ഫി ഹാസിഹിൽ ഫത്ര, ഈ കാലഘട്ടത്തിൽ അദ്ദേഹം മുത്തലി അൻ അലൽ ഔലാഇ, ഒരുപാട് അഹ്വാലുകൾ, അവസ്ഥകളെ നോക്കിക്കണ്ടിരുന്നു. അല്ലത്തി തജ്രി ഫി മിസ്റിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ അവസ്ഥകളെയും അദ്ദേഹം ഇങ്ങനെ വീക്ഷിച്ചു കൊണ്ടിരുന്നു. ഫാസ്ബഹ യുഷാരിഖു ഫി ഷെയ്രി, അങ്ങനെ അദ്ദേഹം കവിതയിൽ പങ്കുചേർന്നു. മിൻ ഖിലാലി ഇഹ്തിമാമിഹി ബിൽ ഹർക്കാത്തി ഷാബിയ വൽ വത്തനിയ ലി അജ്രി തഹ്രീർ, സ്വാതന്ത്ര്യത്തിന് വേണ്ടി ദേശീയ അതുപോലെ നാട്ടുകാരൊക്കെ സംഘടിക്കുമ്പോൾ അവർ നാട്ടിൻ്റെ മിസ്റിൻ്റെ സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് കവിതയിലൂടെ താനും സ്വാതന്ത്ര്യ പോരാട്ടത്തിൽ പങ്കുകാരനായി. കമാഷാത്തറ, അതുപോലെ തന്നെ അദ്ദേഹം പങ്കുകൊണ്ടു. ഖിലാല ഷൈരിഹി, തൻ്റെ കവിതയിലൂടെ പങ്കുവച്ചു. മഷാഇർ ഹുസ്നി, ദുഃഖത്തിൻ്റെ അനുഭവങ്ങൾ. അല നഫീഹി മിൻ മിസ്ർ, തൻ്റെ സ്വന്തം രാജ്യമായ മിസ്റിൽ നിന്നും നാടുകടത്തിയതിൻ്റെ ദുഃഖം കവിതയിലൂടെ അദ്ദേഹം പങ്കുവെച്ചുകൊണ്ടേയിരുന്നു. വബഅദ ഔദത്തിഹി, അദ്ദേഹം മടങ്ങി വന്നതിന് ശേഷം, മിൻ മൻഫാഹു, അങ്ങനെ 5 വർഷശേഷം തൻ നാടുകടത്തപ്പെട്ട രാജ്യത്തിൽ നിന്നും ഇലാ മിസ്റിലേക്ക് 1920 മടങ്ങി വന്നതിന് ശേഷം, തഹററ, ഷൗക്കി സ്വതന്ത്രമായി. മിൻ റിബ്ഖത്തിൽ ഇന്തിമാഇ ഇലൽ ഖസർ, കൊട്ടാരത്തിലേക്ക് ചേരുക എന്നതിൽ നിന്നും, വസാക്കിനിഹി, കൊട്ടാരത്തിൽ വസിക്കുന്നവരിലേക്ക് ചേർന്നുകൊണ്ട്, വത്തമദ്ദുഹിഹിം, അവരെ പുകഴ്ത്തുക എന്ന ആ ഒരു അടിമത്തത്തിൽ നിന്നും സ്വതന്ത്രമായി. വാസ്ബഹ ഇന്തിമാഉഹു ഇലൽ വത്തൻ വശഅബ്, തൻ്റെ രാജ്യത്വവും നാട്ടുകാരോടും ബന്ധം പുലർത്തുന്നവനായിത്തീർന്നു.
തൻ്റെ ബന്ധം അങ്ങനെയായിത്തീർന്നു. കാന ഷൗക്കി ഖബ്ല നഫീന് മുമ്പ്, നാട് കടത്തുന്നതിന് മുമ്പ് ഷൗക്കി ഷാഇർ അൽ ഖസുർ, കൊട്ടാര കവിയായിരുന്നു. പക്ഷേ വസാറ ബഅദഹു, നാട് കടത്തിയതിന് ശേഷം തിരിച്ചു വന്നിട്ട് അദ്ദേഹം ഷാഇർ അൽ വത്നി വശഅബ്, അവിടുത്തെ ജനവിഭാഗത്തിൻ്റെയും രാജ്യത്തിൻ്റെയും കവിയായി മാറി. വ അസ്ബഹ മൻസിലുഹു, തൻ്റെ വീടായിത്തീർന്നു. മുന്തദലി സുഅമാ ഇവൽ ഉദബ ഇവൽ മുഫക്കിരീൻ വൽ കുത്താബ്, എഴുത്തുകാരുടെയും ചിന്തകന്മാരുടെയും സാഹിത്യകാരന്മാരുടെയും നേതാക്കന്മാരുടെയും ഒരു സമ്മേളിത സ്ഥലമായി മാറി. വ ബഅദ സുദൂരിൽ ജുസ്ഇൽ അവ്വൽ മിൻ ദീവാനിഹി, തൻ്റെ കവിതാ സമാഹാരത്തിൻ്റെ ഒന്നാം ഭാഗം പ്രസിദ്ധീകരിച്ചതിന് ശേഷം തവാഫദ അദദും മിന ശുഅറാഇ, ഒരുപാട് കവികൾ വരാൻ തുടങ്ങി. വൽ ഖുതബ വൽ ഉലമ, ഒരുപാട് പണ്ഡിതന്മാരും പ്രാസംഗികന്മാരും ഒക്കെ മിൻ മുഖ്തലിഫിൽ ബിലാദ്, പല രാജ്യങ്ങളിൽ നിന്നും ലി തക്രീമി ഷൗക്കി, ഷൗക്കിയെ ആദരിക്കാൻ വന്നു. വ തൗജീഹിഹി ബി ലഖബി അമീർ ഷുഅറാ, അമീർ ഷുഅറാ എന്ന വിളിപ്പേരിൽ അദ്ദേഹത്തിന് കിരീടമണിയിക്കാൻ നാനാഭാഗത്തിൽ നിന്നും ആൾക്കാർ എത്തി വലിയ സമ്മേളനം ഇവിടെ നടക്കുകയുണ്ടായി. 1927 അദ്ദേഹത്തിന് വലിയ സമ്മേളനത്തിൽ അമീർ ഷുഅറാ എന്ന പട്ടം നൽകിയത്. ഇനി ഷൗക്കി അഷായിർ, കവി എന്ന നിലക്ക് ഷൗക്കി. വയുമസ്സിലു ഷീറു ഷൗക്കി അൽ ഗിനായി സർവത്തൻ മാ വസല ഇലൈഹി ഷീറുൽ അറബിയിൽ ക്ലാസിക്കി അൽ ജദീദ് ഫിൽ അസ്രിൽ ഹദീസ്, ആധുനിക നൂറ്റാണ്ടിൽ നിയോ ക്ലാസിക്കൽ അറബിക് കവിത എത്തി നിൽക്കുന്ന ഉന്നതിയെ പ്രതിനിധീകരിക്കുകയാണ് ഷൗക്കിയുടെ ഗിനായി കവിതകൾ. ഫി അനാഖത്തുൽ ലുഗ, ആ ഭാഷയുടെ സൗന്ദര്യത്തിലും, വ സുമുവിൽ ഖയാൽ, ഭാവനയുടെ ഉന്നതിയിലും, വ ഉംഖി ദലാലത്തിഹി വ മഅനിഹി, ആശയത്തിൻ്റെയും ലഫ്ലുകളുടെയും ആഴങ്ങൾ കൊണ്ടും. ആധുനിക നിയോ ക്ലാസിക് കവിതകളുടെ ഉന്നതിയെ പ്രതിനിധീകരിക്കുകയാണ് ഷൗക്കിയുടെ കവിതകൾ. വലിദാലിക യുഅദ്ദു ഷൗക്കി, അതുകൊണ്ട് തന്നെ ഷൗക്കിയെ എണ്ണപ്പെടുന്നത് വാഹിദൻ മിനൽ ഖലാഇലിൽ ലദീന മഹദു അത്വരീഖ ലിൽ ഹർകത്തി തജ്ദീദിയ്യ അല്ലത്തി ജാഅത് ബഅദഹു ഫി മജാലി ഷീരിൽ ഖാസ്സ, പ്രത്യേകിച്ച് കവിതയുടെ മേഖലയിൽ അദ്ദേഹത്തിന് ശേഷം സംഭവിച്ച നവോത്ഥാന ചലനങ്ങളുടെ ഒരു വഴിയൊരുക്കിയ ചുരുക്കം ചില കവികളിൽ ഒരാളായിട്ടാണ് ഇദ്ദേഹത്തെ എണ്ണപ്പെടുന്നത്. യുഅദ്ദു ഷൗക്കി, ഷൗക്കിയെ എണ്ണപ്പെടുന്നു വാഹിദൻ മിനൽ കലായിൽ, ചുരുങ്ങിയ ആൾക്കാരിൽ ഒരാളായിട്ട്. അല്ലദീന, എങ്ങനെയുള്ള ആൾക്കാർ, മഹദു, അവർ ഒരുക്കിയിരിക്കുന്നു, ത്വരീക്ക വഴി, ലിൽ ഹർക്കാത്തി തജ്ദീദിയ, ഒരു നവോത്ഥാന ചലനം ഉണ്ടാക്കാൻ വേണ്ടി. അല്ലത്തി ജാഅത് ബഅദഹു ഫി മജാലി ഷീർ, അദ്ദേഹത്തിന് ശേഷം പ്രത്യേകിച്ചും കവിതയുടെ മേഖലയിൽ വന്ന ഒരു നവോത്ഥാനമുണ്ടാക്കുന്നതിന് ശ്രമിച്ച കുറഞ്ഞ കവികളുണ്ട്. ആ കവികളുടെ കൂട്ടത്തിൽ ഒരാളാണ് ഇദ്ദേഹം. വഫി മജാലിൽ അദബിൽ അറബി ഉമൂമൻ, അറബി സാഹിത്യത്തിൽ ആകമാനവും പ്രത്യേകിച്ച് കവിതാരംഗത്ത് നവോന്മേഷം ഉണ്ടാക്കാൻ ശ്രമിച്ച, വഴി കാണിച്ചു തന്ന കവികളിൽ ഒരാളാണ് ഷൗക്കി. വലിദാൽ, അതുകൊണ്ട് തന്നെ യക്കാദു നുക്കാദു യജ്മഊന, എല്ലാ കവികളും ഒരുമിച്ച് കൂടുന്നുണ്ട് ഒരു കാര്യത്തിൽ. എന്താണ് അവർ ഏകാഭിപ്രായമുള്ളത്? അല അന്ന ഷൗക്കി കാന തഅ്വീലൻ ആദിലൻ, ഷൗക്കി ഒരു പകരക്കാരനാണ്. അൻ അശറത്തി ഖുറൂനിൻ ഖലത് മിൻ താരീഖ് അൽ അറബ് ബഅദൽ മുതനബ്ബി ലം യദ്ഹർ ഫിഹാ ഷാഇറുൻ മൗഹൂബുൻ, കഴിവുള്ള ഒരു കവിയുമില്ലാത്ത കഴിഞ്ഞ 10 നൂറ്റാണ്ടുകളുണ്ടായിരുന്നു. ആ നൂറ്റാണ്ടുകൾക്കൊക്കെ പകരമായി വന്ന ഒരു കവിയാണ് ഷൗക്കി. യസ്ലുമ ഇൻഖത മിൻ വഹി ഷീർ, കവിതയുടെ ആ മുറിഞ്ഞ ആ കാലഘട്ടത്തെ അദ്ദേഹം ചേർക്കുകയാണ്, യോജിപ്പിക്കുകയാണ്. ജദ്ദിദു മാ ഇൻദറസ മിൻ നഹ്ജിൽ അദബ്, സാഹിത്യ മേഖലയിൽ തെന്നിമാഞ്ഞു പോയ കാര്യങ്ങളെ അദ്ദേഹം പുതുക്കിയെടുക്കുകയാണ് എന്നൊക്കെ എല്ലാ നിരൂപകരും പറയുകയാണ്. വയതമയ്യസു ഉസ്ലൂബുഹു ബിൽ ഇഅ്തിനാഇ ബിൽ ഇത്വാർ, അദ്ദേഹത്തിൻ്റെ ഉസ്ലൂബ്, സ്റ്റൈൽ, അദ്ദേഹത്തിൻ്റെ ശൈലിയുടെ പ്രത്യേകത
അദ്ദേഹം ബിൽ ഇത്താറിനാണ് അദ്ദേഹം ഈത്തിബാർ കൊടുക്കുന്നത്, പരിഗണന കൊടുക്കുന്നത്. ഇത്താർ എന്ന് പറഞ്ഞാൽ ഫ്രെയിം, കവിതയുടെ ആ സ്ട്രക്ചറിനാണ് അദ്ദേഹം പരിഗണന കൊടുക്കുന്നത്. വയസ്തഖ്ലിസു അദ്ദേഹം എടുക്കുന്നത് മാദത്ത ഷീരിഹി കവിതയുടെ വിഷയം എടുക്കുന്നത് മിനൽ അഹ്ദാസി സിയാസിയ വൽ ഇജ്തിമാഇയ സാമൂഹികവും രാഷ്ട്രീയവുമായ സംഭവങ്ങളിൽ നിന്നാണ്. അല്ലത്തി യതനാവലുഹാൽ ജറാഇദ് വൽ മജല്ലാത്ത് മാഗസിൻസുകളും അതുപോലെ പത്രങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന നാട്ടിൻ്റെ പൊതുവായ രാഷ്ട്രീയ സാമൂഹിക സംഭവങ്ങളെയാണ് അദ്ദേഹം തൻ്റെ കവിതാ വിഷയമായി എടുക്കുന്നത്. കമാ ഉരിഫ ഉസ്ലുബുഹു അതുപോലെ അദ്ദേഹത്തിൻ്റെ ശൈലി അറിയപ്പെടുന്നത് ബി തക്ലീദി ഷുഅറാഇൽ ഖുദാമ മിനൽ അറബ് കൽ മുത്തനബ്ബി വൽ ബുഹ്തിരിയെപ്പോലെ മുത്തനബ്ബിയെപ്പോലെ പഴയ കവികളുടെ ആ കവികളെ അനുകരിച്ചുകൊണ്ട് ആ സ്റ്റൈലാണ് അദ്ദേഹം സ്വീകരിച്ചിരുന്നത്. വഖദ് നളമ അശ്ശീറ അദ്ദേഹം കവിത രചിച്ചു. ഫി കുല്ലി അഗ്റാദിഹി കവിതയുടെ എല്ലാ അഗ്റാദുകളും എല്ലാ വിഷയങ്ങളും അദ്ദേഹം കവിത രചിച്ചു. മിനൽ മദീഹി മദ്ഹ് ഗാന കവിതകളും റസ വിലാപ കവിതകളും ഗസൽ ശൃംഗാര കവിതകളും വസ്ഫ് വർണ്ണനാ കവിതകളും ഹിക്മ ഹംറ കളിനെക്കുറിച്ചുള്ള കവിതകളും ഹിക്മ കവിതകളൊക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. കവിതയുടെ എല്ലാ അഗ്റാദുകളെയും അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുണ്ട്. വഹുവ യംലിക്കു ഖയാലൻ ഹസ്ബ വളരെ സുന്ദരമായ ഭാവനകളുടെ ഉടമയാണ് അദ്ദേഹം. വറവു അത്ത ഇബ്തിക്കാരിൻ പുതിയ സുന്ദരമായ പുതുമകളുടെ ഉടമയാണ് അദ്ദേഹം. വ ദിക്കത്തം ഫിത്വറഹ് അവതരണത്തിൽ വളരെ കൃത്യത പാലിക്കുന്ന ആളാണ്. വ ബലാഗ ഫിൽ ഈജാസ് സാഹിത്യ ഭംഗിയോടെ വളരെ ചുരുങ്ങി അവതരിപ്പിക്കുന്ന ആളാണ്. വ കൂവത്ത ഇഹ്സാസിൻ വൈകാരിക ശക്തിയുള്ള വാക്കുകളാണ് അദ്ദേഹം ഉപയോഗിക്കുക. വഉംഖൻ ഫിൽ മശാഇർ ആഴത്തിലുള്ള ഫീലിംഗ് ഉണ്ടാക്കുന്ന വാക്കുകളാണ് അദ്ദേഹത്തിൻ്റേത്. മുനിഹ ഷൗക്കിക്ക് നൽകപ്പെട്ടു മൗഹബത്തൻ ഷീരിയത്തൻ ഫസ്സ ഒറ്റപ്പെട്ട കവിതാ കഴിവ്, മറ്റു പലർക്കുമില്ലാത്ത വളരെ വിരളമായി ചിലർക്ക് മാത്രമുണ്ടാകുന്ന പ്രത്യേക ഒരു മൗഹബത്താണ് അള്ളാഹു ഷൗക്കിക്ക് നൽകി. ബദിഹ സയ്യാല പെട്ടെന്ന് കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള ബദാഹത്ത് നൽകി, കൂർമ്മ ബുദ്ധി നൽകി. ലാ യജിദു അനാഉൻ ഫി നളിമിൽ ഖസീദ കവിത രചിക്കുന്നതിനൊരു പ്രയാസമില്ല, ഏത് സമയത്ത് വിചാരിക്കുമ്പോൾ അങ്ങ് ഒഴുകും. ഫദാഇമൻ കാനത്തിൽ മആനി തൻസാലു അലൈഹി ഇൻസിയാലൻ എപ്പോഴും ആശയങ്ങൾ തൻസാലു അലൈഹി അദ്ദേഹത്തിൻ്റെ മേൽ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കും, ഒഴുകിക്കൊണ്ടിരിക്കും. ഇൻസിയാലൻ വകഅന്നഹ അൽ മത്തറുൽ ഹതൂൽ ചൊരിയുന്ന മഴ പോലെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്ന് ആശയങ്ങൾ. യുഗംഗിമു ബിശ്ശിഇരി മാഷിയൻ ഔ ജാലിസൻ ബൈന അസ്ഹാബിഹി തൻ്റെ കൂട്ടുകാർക്കിടയിൽ ഇരുന്നു കൊണ്ടും നടന്നുകൊണ്ടും ഒക്കെ അദ്ദേഹം യുഗംഗിമു ബിശ്ശിഇരി കവിത ഇങ്ങനെ മൂളിപ്പാട്ട് പാടിക്കൊണ്ടിരിക്കും. ഇങ്ങനെ മൂളിപ്പാട്ട് പാടിക്കൊണ്ടിരിക്കുക. ഹാദിറൻ ബൈനഹും ബിശഖ്സിഹി ഗായിബൻ അൻഹും ബിഫിക്രിഹി കൂട്ടുകാർക്കിടയിൽ അദ്ദേഹം ഹാദിറാണെങ്കിലും ഏതോ ലോകത്തെ ചിന്ത ഫിക്ർ അവിടെ ഉണ്ടാവില്ല. വലിഹദ കാന മിൻ അഖ്സബി ശുഅറാഇൽ അറബി അതുകൊണ്ട് തന്നെ അദ്ദേഹം അറബി കവികളിൽ ഏറ്റവും അഖ്സബായ കവിതാ സമ്പത്തുള്ള കവിയാണ്. ഇത് കാരണം ബലഗ നിതാജുഹു അശ്ശീരി അദ്ദേഹത്തിൻ്റെ കവിതാ സൃഷ്ടികൾ എത്തിയിരിക്കുന്നതുമായ തജാവുസു സലാസ വ ഇശ്രീന അൽഫിൻ വ ഖംസിമിഅ ബൈത്തിൻ 23,500 കൂടുതലാണ് അദ്ദേഹത്തിൻ്റെ കവിതയുടെ വരികൾ. വലഅല്ല ഹാദ റഖ്മു ലം യബ്ലുഗ്ഹു ശാഇറുൻ അറബിയ്യുൻ ഖദീമുൻ ഔ ഹദീസുൻ പഴയതോ പുതിയതോ ആയ ഒരു അറബി കവിയും ഇത്ര എണ്ണം എത്തിയിട്ടുണ്ടാവില്ല തൻ്റെ കവിതാ വരികളെ എണ്ണി നോക്കിയാൽ. വഖദ് ജമഅ ഷൗക്കി ഷിറഹു ഷൗക്കി തൻ്റെ കവിതകളെയൊക്കെ ഗിനായിയായ കവിതകളെയൊക്കെ ശേഖരിച്ചു ഫി ദീവാനിൻ ഒരു കവിതാ സമാഹാരത്തിൽ. സമ്മാഹു എന്നിട്ട് അദ്ദേഹം അതിന് പേരിട്ടത് ഷൗക്കിയാത്ത് എന്നാണ്. വലഹു ആസാറുൻ നസ്രിയ കവിതയ്ക്ക് പുറമെ ഗദ്യ സൃഷ്ടികളും അദ്ദേഹത്തിനുണ്ട്. ഖതബഹ ഫി മത്ലഇ ഹയാത്തിഹി അൽ അദബിയ തൻ്റെ സാഹിത്യ ജീവിതത്തിൻ്റെ തുടക്കത്തിൽ എഴുതിയതാണ് അതൊക്കെ. മിസ്ല അതിലൊന്നാണ് ഗസറ ഉൽ ഹിന്ദ്
മറ്റൊന്നാണ് ലാദിയാസ്, മറ്റൊന്നാണ് വറക്കത്തുൽ ആസ്, അമീറത്തുൽ ഉന്ദുലുസ്. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ നസിയ ആണ്. മക്കാലത്തുഹു അൽ ഇജ്തിമാഇയ്യ, തൻ്റെ സാമൂഹിക ലേഖനങ്ങളാണ്. ജുമിഅത്ത് തഹ്ത ഉൻവാൻ അസ്വാഖു ദഹബ് എന്ന പേരിലാണ് തൻ്റെ സാമൂഹിക ലേഖനങ്ങൾ അദ്ദേഹം ഒരുമിച്ച് കൂട്ടിയത്. ഏകദേശം തദൂറു ഹൗല മുഖ്തലിഫിൽ മൗദൂആത്തിക്കൽ ഹുരിയ അൽ വതനിയ, നാട്ടിൻ്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും മറ്റു പല വിഷയങ്ങളെക്കുറിച്ചും ഒരുപാട് സാമൂഹിക ലേഖനങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെട്ടതാണ് അസ്വാഖു ദഹബ് എന്ന സൃഷ്ടി. വഖദ് ഹഖാ ഫീഹി, അദ്ദേഹം അനുകരിച്ചത്, ഈ ലേഖനത്തിൽ അദ്ദേഹം അനുകരിച്ചത് സമഖ്ശരിയുടെ അത്വാഖു ദഹബ് എന്ന കിതാബിനെയാണ് അദ്ദേഹം സാമൂഹിക ലേഖനത്തിൽ അനുകരിച്ചത്. ഫി ഇബാറത്തിൻ മസ്ജുഅ, നല്ല പ്രാസമൊപ്പിച്ചുള്ള ഇബാറത്തുകൾ എഴുതുന്നതിൽ സമഖ്ശരിയുടെ അത്വാഖു ദഹബിനെ അനുകരിച്ചാണ് അസ്വാഖു ദഹബ് എന്ന പുസ്തകത്തെ എഴുതിയതും അതിന് പേരിട്ടതൊക്കെ അങ്ങനെ. വലി ഷൗക്കി ഖസാഇദു ഫി ഉമൂരി ദീനി, ദീനിൻ്റെ കാര്യത്തിൽ ഒരുപാട് കവിത എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിന്. ഫഅറള ഫി നഹ്ജിൽ ബുർദ വൽ ഹംസിയ അന്നബവിയ, അദ്ദേഹം അനുകരിച്ചു, ആറള എന്ന് അനുകരിച്ചു തന്നെ. ഫി നഹ്ജിൽ ബുർദ വ ഹംസ അന്നബവിയ എന്നീ രണ്ട് തൻ്റെ കവിതയിലും അനുകരിച്ചത് ബുർദത്തൽ ബൂസൂരിയുടെ ബുർദയോടും ബൂസൂരിയുടെ ഹംസിയയോടും അനുകരിച്ചുകൊണ്ടായിരുന്നു തൻ്റെ നെഹ്ജുൽ ബുർദ എഴുതിയത്. ഫി നെഹ്ജുൽ ബുർദ ഷൗക്കിയുടേതാണ്, ഖസീദത്തുൽ ബുർദ ബൂസൂരിയുടേതാണ്. അപ്പം ബൂസൂരിയുടെ ഖസീദത്തുൽ ബുർദയെ അനുകരിച്ചുകൊണ്ട് ഫി നെഹ്ജുൽ ബുർദ എന്നും ഹംസിയത്തുൻ നബവിയ എന്നും രണ്ട് നബി കീർത്തനങ്ങൾ അദ്ദേഹം ഷൗക്കി എഴുതിയിട്ടുണ്ട്. അപ്പം മദഹ ഷൗക്കി അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മദ്ഹ് എഴുതി ബി ഹംസി ഖസായിദിന് 5 ഇതേപോലത്തുള്ള ഖസീദകൾ അദ്ദേഹത്തിനുണ്ട്. അമ്മ അൻ തദയ്യുനിഹി, ഇനി ദീനിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ, അദ്ദേഹത്തിൻ്റെ മതചിട്ടയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഫയഖൂലു അഹമ്മദ് കബിഷ് എന്നാൾ പറയുന്നു തൻ്റെ താരീഖു ഷീർ അൽ അറബി എന്ന പുസ്തകത്തിൽ, വക്കാന ഷൗക്കിയായിരുന്നു, വക്കാന ദീൻ ഹാജത്തൻ ഫി നഫ്സിഹി, ദീൻ തൻ്റെ ആവശ്യമായിരുന്നു ഷൗക്കിക്ക്. ലാ റാഹത്ത ലഹു ബിദൂനിഹി, ലാ റാഹത്ത ലഹു ബിദൂനിഹി, ദീനില്ലാതെ അദ്ദേഹത്തിന് ഒരു റാഹത്തുള്ളായിരുന്നു. ഫഖല്ല അൻ തഖ്ലു ലഹു ഖസീദ മിൻ തൽമീഹാത്തുൻ ദീനിയ, ദീനിയായ ചുവയുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കൃതികളിലൊക്കെ, അതില്ലാത്തത് വളരെ കുറവാണ്. റഗമ സുർബിഹി അൽ ഖംർ, കള്ളു കുടിക്കാറുണ്ടെങ്കിൽ പോലും, സിറൻ വഇലനൻ, രഹസ്യമായും പരസ്യമായും കുടിയുണ്ടെങ്കിലും ദീനി സ്പിരിറ്റ് നല്ലവണ്ണം ഉണ്ടായിരുന്നു, കൃതികളിലൊക്കെ അത് കണ്ടിരുന്നു. വലഹ്വിഹി ഫി മജാലിസിൽ ലഹ്വ്, വിനോദങ്ങളിൽ ഏർപ്പെടാറുണ്ടെങ്കിലും, വറഗമ തക്കാസുലിഹി അനിൽ ഹജ്ജ്, ഹജ്ജിന് മടി കാണിച്ചെങ്കിലും, മിൻ ഗൈരി ഹറജിൻ, തടസ്സമൊന്നുമില്ലാതെ ഹജ്ജിന് മടി കാണിച്ചെങ്കിലും ദീനി സ്പിരിറ്റ് അദ്ദേഹത്തിൻ്റെ കവിതകളിലൊക്കെ കാണാം. വമിൻ മസ്രഹിയാത്തിഹി അഷീരിയ, തൻ്റെ കവിത നാടകത്തിൽപ്പെട്ടതാണ് മസ്റഉ ക്ലിയോപാത്ര, അലിബക്, കംബീസ്, മജ്നൂൻ ലൈല, അന്തറ, അൽസത്ത് ഹുദ, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ കവിതാ നാടകങ്ങളാണ്. വഖദ് ഇഹ്തമ ബി അദബിൽ അത്ഫാൽ, ബാലസാഹിത്യവുമായിട്ട് അദ്ദേഹം പ്രാധാന്യം നൽകിയിരുന്നു. വഹുവ റായിദുഹു ഫിഷീർ, കവിതാ മേഖലയിൽ ബാലസാഹിത്യ രംഗത്തെ തുടക്കക്കാരനാണ്, റായിദാണ് അദ്ദേഹം എന്ന് പറയാം. ഇങ്ങനെ ഒരു ഫന്ന് ഉണ്ടാക്കിയ അദ്ദേഹമാണെന്ന് പറയാം. വഫി ദീവാനി ഷൗക്കിയാത്തി, തൻ്റെ ഷൗക്കിയാത്ത് എന്ന കവിതാ സമാഹാരത്തിലുണ്ട് കിസ്മുൻ ഖാസും ബിൽ ഹിക്കായാത്തി, കഥകളൊക്കെ പറയുന്നൊരു പ്രത്യേക ഒരു ഭാഗം തന്നെയുണ്ട്. ബി ഉൻവാനി ദീവാനുൽ അത്ഫാൽ എന്ന ഹെഡിങ്ങിൽ ഷൗക്കിയാത്തിൽ കാണാം. തത്തനാവൽ ഖിസ്സ അൽ ഹയവാനാത്ത്, ജീവികളുടെ കഥകൾ അതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. വഗൈരിഹ, അതല്ലാത്തതും. ഖിസ്സത്തി സായിലബുണ്ട്, വദ്ദീഖ്, കോഴി, കുറുക്കൻ, വൽഹമാമ വസ്സയ്യാദ്, വേട്ടക്കാരനും പ്രാവും, ഇങ്ങനെയുള്ള കുറേ കഥകളൊക്കെ അതിൽ കവിതാരൂപത്തിൽ കാണാം. ഇനി നമുക്ക് അഹമ്മദ് ഷൗക്കിയെക്കുറിച്ച് പരീക്ഷയ്ക്കൊരു പാരഗ്രാഫോ എസ്സേ ചോദിച്ചാൽ എങ്ങനെ എഴുതാമെന്ന് നോക്കാം. അഹമ്മദ് ഷൗക്കി അലി അഹമ്മദ് ഷൗക്കി ബക്ക് എന്ന പൂർണ്ണ പേര്. ആദ്യം കാത്തിബുൻ വ ഷായിറുൻ മിസ്രിയുൻ യുഅദ്ദു മിൻ അഅ്ലമി ശുഅറാഇൽ അറബിയ, അറബി കവികളിൽ ഏറ്റവും പ്രശസ്തനായി എണ്ണപ്പെടുന്ന ഒരാളാണ് എന്ന് കൊടുത്തിട്ട് യുലക്കബു ബി അമീർ ഷുഅറാ എന്നാണ് അദ്ദേഹത്തെ വിളിക്കപ്പെടുന്നതെന്ന് കാണിക്കുക.
എന്നിട്ട് ജനിച്ചത് കാഹിറയിലാണ്. ഈ 1868 പറയാം. അദ്ദേഹത്തിൻ്റെ ജദ്ദത്ത് ഒരു വസീഫത്തായിരുന്നു ഹുദവി ഇസ്മായിലിൻ്റെ. അതുകൊണ്ട് അവിടെയാണ് അദ്ദേഹം വളർന്നതെന്ന് പറയാം. 4-ാം വയസ്സിൽ ഷെയ്ഖ് സാലിഹിൻ്റെ കുത്താബിൽ ചേർന്ന് ഖുർആൻ പഠിച്ചു. പിന്നെ 15-ാം വയസ്സായപ്പോൾ മദ്രസത്തുൽ ഹുക്കൂക്കിൽ ചേർന്നു. ശേഷം ഫറൻസയിലേക്ക് ഹുദൈവി തൗഫീഖിൻ്റെ ചെലവിൽ അങ്ങോട്ട് പോയി. അവിടെ വെച്ച് ഫറൻസ സഖാഫ അദ്ദേഹത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. ഹുദൈവി തിരിച്ചു വന്നതിന് ശേഷം ഹുദൈവി അബ്ബാസിനെ മദ്ഹ് പാടിക്കൊണ്ട് അല്പകാലം നിന്നു. പിന്നെ ഇംഗ്ലീഷുകാർ നാട് കടത്തിയപ്പോൾ ഇദ്ദേഹത്തെയും ഉസ്ബാനിയയിലേക്ക്, അത് ബാർസലോനയിലേക്ക് 1915 നാട് കടത്തി. 1920 വരെ അവിടെ നിന്നു തിരിച്ചു വന്നു. 1927 അദ്ദേഹത്തിന് അമീർ ഷുഅറാ പട്ടം നൽകപ്പെട്ടു. കവിതയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം എല്ലാ അഗറാദിലും, മദ്ഹാകട്ടെ, റസ ആകട്ടെ, ഗസലാകട്ടെ, വസ്ഫാട്ടെ, എല്ലാ അഗറാദു ഷീറിലും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. നദമ ഷീർ അൽ അറബിയ ഫി കുല്ലി അഗറാദിഹി മിനൽ മദിഹ് വറസ. അദ്ദേഹത്തിൻ്റെ ശൈലി തഖ്ലീദു ഷുഅറാഇൽ ഖുദാമ, മുൻഗാമികളായ കവികളെ അനുകരിക്കലാണ്. നദമ ഫി സിയാസ, എഴുതുന്ന വിഷയം സിയാസയിൽ നിന്നും രാഷ്ട്രീയ, അവിടുത്തെ സാമൂഹിക അവസ്ഥകളെക്കുറിച്ചാണ് എഴുതിയത്. ഉന്ദുലുസിലേക്ക് തൻ്റെ നാട് കടത്താൻ കാരണവും അതുതന്നെയാണല്ലോ. മിസ്റിനോടുള്ള പ്രത്യേക സ്നേഹം അദ്ദേഹത്തിൻ്റെ കവിതയിൽ കണ്ടിരുന്നു. ഇതൊക്കെയാണ് എഴുതേണ്ടത്. പിന്നെ നാട് കടത്തുന്നതിന് മുമ്പ് കാന ഷൗക്കി കബലൻ നഫി ഷാഇർ അൽ ഖസ്ർ, കൊട്ടാര കവിയായിരുന്നു. വസാറ ബഅദഹു ഷാഇർ അൽ വത്തൻ വഷയാബ് എന്ന് പ്രത്യേകം സൂചിപ്പിക്കണം. നാട്ടുകാരുടെ കവിയായി മാറി. നാട് കടത്തിയതിന് ശേഷം തിരിച്ചു വന്ന് ഷൗക്കി ഷീറുൽ ഖനാഇ ഷൗക്കിക്കുണ്ടായിരുന്നു. അതൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് ദീവാനു ഷൗക്കിയാത്ത് എന്നാണ് തൻ്റെ ആ ദീവാനിൻ്റെ പേര്. അത് 4 വോളിയങ്ങളാണുള്ളത്. പിന്നെ ഷൗക്കിയാത്തുൽ, ഇദ്ദേഹത്തിൻ്റെ മരണശേഷം ഡോക്ടർ അദ്ദക്തൂർ മുഹമ്മദ് അസർബൂനി എന്ന് പറഞ്ഞ ആൾ, അദ്ദേഹം ദീവാനിൽ ഉൾപ്പെടാത്ത, ഷൗക്കിയാത്തിൽ ഉൾപ്പെടാത്ത പല കവിതകളും ശേഖരിച്ചുകൊണ്ട് 2 വോളിയങ്ങളായിട്ട് വേറൊരു ദീവാൻ ഇറക്കിയിരുന്നു. അത് ഷൗക്കിയാത്തുൽ മജ്ഹൂല എന്നാണ് അറിയപ്പെടുന്നത്. അത് എഴുതിയത് മുഹമ്മദ് അസർബൂനിയാണ്. പിന്നെ ഇദ്ദേഹം നാടക കവിതകളിൽ പ്രാധാന്യമായിരുന്നു. ഇദ്ദേഹം തുടങ്ങി വെച്ച ഒന്നായിരുന്നു അത്. മസ്റവ് ക്ലിയോപാത്ര, മജ്നൂൻ ലൈല, കംബീസ്, അലൈബക് അൽ കബീർ, അന്തറ, അൽ സത്ഹുദ, ഇവയൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ നാടകങ്ങൾ, കവിതാ നാടകങ്ങൾ. പിന്നെ നബിയുടെ മദ്ഹിൽ അദ്ദേഹം 5 കവിത എഴുതിയിട്ടുണ്ട്, കസീദകൾ. അതിൽ പ്രധാനപ്പെട്ടതാണ് നെഹ്ജുൽ ബുർദയും പിന്നെ കസീദത്തുൽ ഹംസിയയും. പിന്നെ അദ്ദേഹം നസ്ർ, ഗദ്യസാഹിത്യത്തിൽ അദ്ദേഹത്തിന് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഈ റിവായകൾ വേറെ തന്നെ എടുത്ത് പറയാം നമുക്ക്. അത് അൽ ഫിർഔനുൽ അഖീർ, അസ്റാ ഉൽ ഹിന്ദ്, അൽ ഫജ്റുൽ കസാബ് തുടങ്ങിയാണ് അദ്ദേഹത്തിൻ്റെ റിവായകൾ, നോവലുകൾ. പിന്നെ ലാദിയാസും വറക്കത്തുല്ലാസും അസ്വാഖുൽ ദഹബും നേരത്തെ നാം ചർച്ച ചെയ്തിട്ടുണ്ട്. അതിൽ അസ്വാഖുൽ ദഹബ് സാമൂഹിക ലേഖനങ്ങളാണെന്ന് പറഞ്ഞാൽ മക്കാലത്തുൽ ഇജ്തിമാഇയാണ്. അത് സമഖ്ശരിയുടെ അത്വാഖുൽ ദഹബ് എന്നതിനോട് അനുകരിച്ചെഴുതിയതാണ് ഒക്കെ നാം പറഞ്ഞു. ഇതിൽ വരുന്ന വൺവേഡുകൾ കാര്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ജനന മരണ വർഷങ്ങൾ, അതുപോലെ അമീർ ഷുഅറാ, അതുപോലെ അദ്ദേഹത്തിൻ്റെ നാടക കവിതകൾ ഏതൊക്കെ, നഹ്ജുൽ ബുർദ, ഹംസിയത്തുൻ നബവിയ, അദ്ദേഹത്തെ നാട് കടത്തിയ വർഷം, എവിടേക്ക് നാട് കടത്തി, അദ്ദേഹം ആരുടെ മദ്ഹ് ആണ് എഴുതിയത് തുടങ്ങിയ പല വൺ വേർഡ് ക്വസ്റ്റ്യൻസും നമുക്ക് പ്രതീക്ഷിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.